നമസ്കാരം. നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാകിസ്ഥാൻ ഭീകരരെ നുഴഞ്ഞുകയറ്റുന്ന ലോഞ്ച് പാഡുകൾ ഇന്ത്യ തകർക്കുന്ന ദൃശ്യങ്ങൾ കരസേന പങ്കുവച്ചു. ഇന്ത്യയിലാക്കാക്കിയുള്ള ഡ്രോൺ ആക്രമണങ്ങൾക്ക് ചുട്ട മറുപടി നൽകുന്നതിനിടയിലാണ് ലോഞ്ച് പാഡുകൾ തകർത്തത്. ഇന്ത്യയിലേക്ക് ഭീകരരുടെ നുഴഞ്ഞുകയറ്റത്തിന് കളമൊരുക്കുന്ന പോസ്റ്റുകളാണ് ടെററിസ്റ്റ് ലോഞ്ച് പാഡ്. ഇത് പരിശീലന കേന്ദ്രത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇന്ത്യയിലേക്ക് കടക്കും മുമ്പ് ഭീകരർ ഒത്തുചേരുന്ന അവസാന താവളമാണിത്. ആയുധങ്ങളും അവശ്യവസ്തുക്കളും നൽകുന്നതിന് പുറമെ ആക്രമണത്തിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുന്നതും ഈ താവളത്തിൽ വെച്ചാണ്. മെയ് 8-നും മെയ് 9-നും രാത്രി ജമ്മു കാശ്മീരിലെയും പഞ്ചാബിലെയും വിവിധ നഗരങ്ങളിൽ പാക് സേന നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സേന ഈ ടെററിസ്റ്റ് ലോഞ്ച് പാഡുകൾ ചാരമാക്കി. നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള ഈ ലോഞ്ച് പാഡുകൾ ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്താനുള്ള ആസൂത്രണത്തിനും മറ്റുമായി ഉപയോഗിച്ചു വന്നതാണ്. ഈ താവളങ്ങൾ തകർത്തുകൊണ്ട് ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയതെന്ന് കരസേന വിശദീകരിച്ചു. അതേസമയം അതിർത്തിയിൽ തുടർച്ചയായി പ്രകോപനം സൃഷ്ടിക്കുന്നത് പാകിസ്ഥാൻ തുടരുകയാണെന്നും സിവിലിയൻ വിമാനങ്ങളെ മറയാക്കി യുദ്ധവിമാനവും ദീർഘദൂര മിസൈലുകളും ഉപയോഗിച്ചുവെന്നും വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. പാകിസ്ഥാന്റെ പ്രകോപനത്തിന് കനത്ത തിരിച്ചടി നൽകിയെന്നും കേണൽ സോഫിയ ഖുറേഷി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിർസി, ഉന്നത സൈനിക ഉദ്യോഗസ്ഥയായ വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ഉണ്ടായിരുന്നു. പല ആയുധങ്ങൾ ഉപയോഗിച്ച് തുടർച്ചയായി പാകിസ്ഥാൻ ആക്രമണങ്ങൾ നടത്തിയെന്ന് സോഫിയ ഖുറേഷി പറഞ്ഞു. ശ്രീനഗർ, ഉധംപൂർ, പഠാൻകോട്ട്, ആദംകോട്ട് അടക്കം സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായി. കൃത്യമായി അതിന് ഇന്ത്യ തിരിച്ചടി നൽകിയെന്നും കേണൽ സോഫിയ ഖുറേഷി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജനവാസ മേഖലകളിൽ തുടർച്ചയായി പാകിസ്ഥാൻ ആക്രമണം നടത്തി. പാക് സൈനിക താവളങ്ങൾക്ക് നേരെ ഇതിന് ഇന്ത്യ തിരിച്ചടിച്ചു. ലാഹോറിൽ നിന്ന് പറന്നുയർന്ന സിവിലിയൻ വിമാനങ്ങളുടെ മറപിടിച്ചാണ് ഇത്തരം ആക്രമണം പാകിസ്ഥാൻ നടത്തിയതെന്നും സോഫിയ ഖുറേഷി പറഞ്ഞു. S-400 സൂക്ഷിച്ച ഇടം, ബ്രഹ്മോസ് ഫെസിലിറ്റി എന്നിവ നശിപ്പിച്ചെന്ന വ്യാജ പ്രചാരണം പാകിസ്ഥാൻ നടത്തുന്നുണ്ട്. ഇത് പൂർണ്ണമായും ഇന്ത്യ തള്ളിക്കളയുകയാണ്. പാകിസ്ഥാൻ അതിർത്തിയിൽ വിന്യാസം കൂട്ടിയതായി കാണുന്നുണ്ട്. ടെറിട്ടോറിയൽ ആർമിയെ അടക്കം സജ്ജരാക്കി ഇന്ത്യ ജാഗ്രതയോടെ തുടരുമെന്നും സോഫിയ ഖുറേഷി പറഞ്ഞു. ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ മുഴുവൻ പാകിസ്ഥാൻ ആക്രമണ ശ്രമം നടത്തി. ഇന്ത്യൻ സേനകൾ ശക്തമായി തിരിച്ചടിച്ചു. ശ്രീനഗർ, അവന്തിപ്പൂർ, ഉധംപൂർ സൈനിക താവളങ്ങളിലെ മെഡിക്കൽ മേഖല ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ ആക്രമണം നടത്തി. ബോധപൂർവം സാധാരണക്കാരെ ലക്ഷ്യമിട്ടായിരുന്നു പല ആക്രമണങ്ങളും. 12 സൈനിക കേന്ദ്രങ്ങളും ആക്രമിച്ചു. ഇന്ത്യ തിരിച്ചടിച്ചു. പാക് മിസൈലുകൾ ഇന്ത്യ വീഴ്ത്തി. തെളിവായി വീഡിയോ ദൃശ്യങ്ങൾ വാർത്താ സമ്മേളനത്തിൽ കാണിച്ചു. പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളും മിസൈലുകളും ഉപയോഗിച്ചു. യുകാബ്, ഡ്രോണുകൾ, യുദ്ധവിമാനങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത്. ഡ്രോണുകൾ മുതൽ വലിയ മിസൈലുകൾ വരെ ഉപയോഗിച്ചു. ഇന്ത്യയുടെ വ്യോമതാവളങ്ങളിൽ നേരിയ കേടുപാടുകൾ, ചെറിയ പരിക്കുകളും ഉണ്ടായി. എല്ലാ ആക്രമണങ്ങളും ശക്തമായി ഇന്ത്യ ചേർത്തുവെന്നും വിദേശ പ്രതിരോധ മന്ത്രാലയം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതേസമയം പാകിസ്ഥാൻ മണ്ണിലെ ഭീകരതാവളങ്ങൾ ചുട്ടരിച്ച ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ടത് കൊടും ഭീകരർ കൂടിയാണ്. കൊല്ലപ്പെട്ട 5 ഭീകരരുടെ വിശദ വിവരങ്ങളും കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്. ലഷ്കർ ഹെഡ്ക്വാർട്ടേഴ്സ് തലവൻ ഉൾപ്പെടെയുള്ളവരാണ് കൊല്ലപ്പെട്ടത്. മസൂദ് അസറിന്റെ ബന്ധുവും ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. മെയ് 7-നാണ് പാകിസ്ഥാനിൽ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കിയത്. മൗലാന മസൂദ് അസറിന്റെ സഹോദരി ഭർത്താവാണ് കൊല്ലപ്പെട്ട മുഹമ്മദ് യൂസുഫ് അസർ. മൗലാന മസൂദ് അസറിന്റെ മറ്റൊരു സഹോദരിയുടെ ഭർത്താവ് ഹാഫിസ് മുഹമ്മദ് ജമീലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. കൊല്ലപ്പെട്ട ഭീകരരുടെ എല്ലാം സംസ്കാര ചടങ്ങുകൾ നടന്നത് പാക് സർക്കാരിന്റെ ബഹുമതികളോടെയാണ്. പാകിസ്ഥാൻ സേനയുടെ തണലിലാണ് ഇവർ ഭീകര പ്രവർത്തനങ്ങൾ നടത്തിയത്. നാളുകളായി തെരഞ്ഞുകൊണ്ടിരുന്ന ഭീകരരെയാണ് അവരുടെ താവളത്തിൽ കയറി ഇന്ത്യൻ സേന വധിച്ചത്. മുഹമ്മദ് ഹസൻ ഖാൻ, മുഹമ്മദ് യൂസഫ് അസർ, മുദാസർ ഖാദിയാൻ ഖാസ്, ഹാഫിസ് മുഹമ്മദ് ജമീൽ, ഖാലിദ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്.